ആദ്യം നമുക്ക് ഇച്ചിരി മുളകും മല്ലിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാമേ. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കടല വേവിച്ചപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഇടണ്ടേ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ചെറിയ തീയിലിട്ട് ചൂടാക്കണം, ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും, പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചമണം ഒന്ന് മാറാനാ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നേ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചി വരും. എണ്ണയ്ക്കകത്ത് വേണേലും ഇടാം, പിന്നെ ചെറിയ മണം വരുമേ, അന്നേരം ഓഫ് ചെയ്യണം. ഒരു 1.5 മിനിറ്റ് മതി, അപ്പോഴത്തേനും ആയിക്കോളൂ. ചെറിയ തീയില, ഏറ്റവും ചെറിയ ഫ്ലെയിമില തീ കിടക്കുന്നത്. തീ കൂട്ടിയിടരുത്, കരിഞ്ഞു പോകും. ഇപ്പൊ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കളറൊക്കെ മാറി മണമൊക്കെ വന്നു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാമേ. വേറൊരു പാത്രത്തിലോട്ട് ഇത് എടുക്കാം, ഒരു പാത്രത്തിലോട്ട് മാറ്റാമേ. എണ്ണ ചൂടായി. നമുക്ക് കുറച്ച് കുരുമുളക്, ഒരു 6-7 മണി കുരുമുളക്, 6-7 മണി കുരുമുളക്, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക പൊളിച്ചത്, ഇത്രയും കൂടി ഇങ്ങോട്ട് ഇടാമേ. ഇത് ചൂടായി വരട്ടെ. ഒരു വലിയ സവാള തീരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഉള്ളി ഇട്ട് കഴിയുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണേ. ഉള്ളി ഇവിടെ കിടന്ന് വാടട്ടെ. ഉള്ളി വാടുന്ന സമയത്തെ നമ്മൾ മുളകും മല്ലിയെല്ലാം അറുത്ത് വെച്ചില്ലായിരുന്നോ, ഇല്ലേ, അത് നമുക്ക് അരച്ചെടുക്കാമേ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കഴിയുമ്പോൾ തീ കുറയ്ക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇടാമേ. തക്കാളി ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ശകലം ഉപ്പിടാം. തക്കാളി സോഫ്റ്റ് ആകും എളുപ്പം, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട്. കടല വേവിച്ചപ്പോഴും ഉപ്പിട്ടതാ, അതനുസരിച്ച് വേണം ഉപ്പിടാൻ. തക്കാളി സോഫ്റ്റ് ആകാനായിട്ടേ നമുക്കൊന്ന് അടച്ചു വെക്കാമേ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ആവും, വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തക്കാളി പെട്ടെന്ന് അങ്ങ് സോഫ്റ്റ് ആവുമേ. അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയാൽ കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുമേ. നമ്മുടെ മുളകും മല്ലിയും കൂടെ വറുത്തിട്ട് വെച്ചിരുന്നതാണ്, അങ്ങോട്ട് ഒഴിക്കാം. വെള്ളം ഒഴിക്കാമേ. വെള്ളമാണ് ഒഴിച്ചത്. വേവിച്ച് വെച്ച കടല അങ്ങോട്ട് ഇടാമേ. മസാല ഒന്ന് പിടിക്കാനാണ് ഇങ്ങനെ ഇട്ടത്. കടല വേവിച്ച ഇച്ചിരി വെള്ളം ബാക്കിയുണ്ട്, അത് നമുക്ക് പിന്നെ ഒഴിക്കാം.
ഇടുമ്പോൾ ഈ മസാല എല്ലാം ഈ കടലയിൽ അങ്ങ് പിടിക്കും. ഒരു ശകലം കുരുമുളക് പൊടി ഇടുവാണേ. കടല വേവിച്ച വെള്ളമാണേ. ഗ്രേവിക്ക് ആവശ്യമുള്ള ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കുവാന്നേ. ചൂടുവെള്ളം ഒഴിച്ചത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, 1-2 കരിയാപ്പലയോട് ഇടാമേ. ഇച്ചിരി മീറ്റ് മസാല ഇട്ട് കൊടുക്കാമേ. നമ്മുടെ കടലക്കറി റെഡിയായി. നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാമേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.